കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ 2 ഇയേഴ്സോ അല്ല ആദ്യത്തെ 5 ഇയേഴ്സാണ്. നമ്മളെപ്പോഴും വിചാരിക്കും കുട്ടി വലുതായിട്ട് നമുക്ക് ഒരുപാട് പിന്നെ പൈസ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫിനാൻഷ്യലി അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ബെസ്റ്റാണ്. അല്ല, ഇനി ഇത്തരത്തിലുള്ള ചാലഞ്ച് ഡയഗ്നോസ് ചെയ്തവരെ അവരുടെ മുന്നോട്ടുള്ള ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ പ്രധാനമാണ്, അവരുടെ സ്കൂളിംഗ് നോക്കേണ്ടി വരും, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻ ജനറൽ ഇപ്പോൾ വേൾഡിൽ ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും കുറേ ഓട്ടിസ്റ്റിക് ആയിട്ട് അഡൽട്ട്സും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വെല്ലൂരിലെ ഫെലോഷിപ്പിൻ്റെ സമയത്ത് തന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അഡൽട്ട് ഓട്ടിസം എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക, അവരുടെ ചാലഞ്ചസ് എങ്ങനെയാണ്, അഡോളസൻ്റ് ഓട്ടിസം എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അത് പഠിക്കാനും അവരെ കൂടെ നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഓട്ടിസം എന്നുള്ളത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അത് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് ഒരു 30% കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടാവുന്ന കണ്ടിട്ടുണ്ട് 5 ഇയേഴ്സിന് താഴെ. എങ്കിൽ പോലും ഒരു മെജോറിറ്റി കുട്ടികൾക്ക് ഇതൊരു ലൈഫ് ലോങ് പ്രോബ്ലം ആയിരിക്കും. ഓരോ ടൈമിലും ഓരോ രീതിയിലുള്ള ചലഞ്ചസ് ആയിരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ കുട്ടികൾ സ്പീച്ച് ഡിലേ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. കുറച്ച് വലിയ കുട്ടികൾക്ക് സ്കൂളുകളിൽ പിന്നെ ഐസൊലേറ്റഡ് ആയി പോകുന്നതായിട്ട് നമുക്ക് ഓട്ടിസം പ്രസൻറ്റ് ചെയ്യാം. കുറച്ച് വലിയ ആളുകൾ അഡോളസൻ്റ് എത്തുമ്പോൾ അവരുടെ പിയർ ഗ്രൂപ്പ് ഒന്ന് ഒറ്റപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി മാരീഡ് ലൈഫിൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിട്ട്. അപ്പോൾ ഓരോ ടൈമിലും ഓരോ ചലഞ്ചസാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്കുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ ചൈൽഡ് അഡോളസൻ്റ് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ ഉള്ള റെഗുലർ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചലഞ്ചസ് ഡിഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർക്ക് ഇങ്ങനെ പിന്നെ അവരെ ചലഞ്ചേഴ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. തെറാപ്പി ഞാൻ ഓൾറെഡി പറഞ്ഞു, തെറാപ്പി ഷുഡ് ബി ഗിവൺ ആസ് പാരൻറ്റ് മീഡിയേറ്റഡ് തെറാപ്പി. അത് പാരൻസിന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, പാരൻസിനെ നമ്മുടെ പ്രൈമറി തെറാപ്പിസ്റ്റാക്കി മാറ്റുക. അവരുടെ റെസ്പോൺസിബിലിറ്റി മാറ്റി നമ്മളിലേക്ക് അല്ലെ തെറാപ്പിസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം അത് ഇമ്പോസിബിളാണ്. ഒരു തെറാപ്പി സെൻറ്ററിൽ 1 or 2 hours ആണ് കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത്, മാക്സിമം 2-3 hours. റെസ്റ്റ് ഓഫ് ദി ഡേ 21 hours അവർ സ്പെൻഡ് ചെയ്യുന്നത് പാരൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ തെറാപ്പിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ കുട്ടികൾക്ക് വീട്ടിലെന്താ ചെയ്യേണ്ടത്, അവരുടെ പുറത്ത് അങ്ങാടിയിൽ എന്താ ചെയ്യേണ്ടത്, സ്കൂളിൽ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ പാരൻസിന് പഠിപ്പിച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ അവരെ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നൊരു മേഖലയാണിതിൽ. പലപ്പോഴും നമ്മൾ ന്യൂറോ ടിപ്പിക്കൽ എന്നുള്ളത് നമ്മൾ നോർമലായിട്ട് നമ്മൾ കാണുന്ന ആളുകളെയും പിന്നെ ഓട്ടിസം ഇതുപോലെ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് വന്ന ന്യൂറോ ഡൈവേഴ്സ് പോപ്പുലേഷൻ എന്നാണ് ഇൻ ജനറൽ നമ്മൾ വിളിക്കാറ്. വേൾഡ് ഓവർ US അത് ഭയങ്കര ഒരു സംഭവമാക്കിയിട്ടാണ് കാണുന്നത് ന്യൂറോ ഡൈവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ന്യൂറോ ഡൈവേഴ്സ് നമ്മൾ വിളിക്കാൻ കാരണം ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ്. അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് അവർ സ്ട്രഗിൾ ചെയ്യാണ്, അവർ ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളുകൾ എടുക്കുകയാണെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ന്യൂറോ ടിപ്പിക്കൽ നമ്മളെ പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ, അതായത് അല്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളുള്ളൊരു വിഭാഗം, അതായത് ഈ ഓട്ടിസം ആവാം, ADHD ആവാം, ലേണിംഗ് ഡിസോർഡർ ആവാം, ഇൻ്റലക്ച്വൽ പ്രോബ്ലംസ്. അപ്പോൾ അവരെ നമ്മൾ ന്യൂറോ ഡൈവേഴ്സ് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന കുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ. അതായത് അവരൊരു സ്പെഷ്യൽ സ്കൂളിലേക്ക് തള്ളിവിടേണ്ട കുട്ടികളല്ല, അവരെ നോർമൽ തെറാപ്പി നമ്മൾ പാരമീഡിയേറ്റഡ് ചെയ്യുന്ന പോലെ തന്നെ അവർക്കൊരു നോർമൽ സ്കൂളിങ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ എല്ലാ പാരൻസിനും ഇൻ ജനറൽ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പണ്ടത്തെ പോലെയല്ല, നമുക്ക് ന്യൂക്ലിയർ ഫാമിലീസാണ്. ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീട്ടിലോ ഒതുങ്ങി കൂടുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് കുട്ടികളെ കൂടെ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു പ്ലേ സ്കൂൾ അല്ലെങ്കിൽ അംഗൻവാടിയെങ്കിലും നേരത്തെ ഒരു 3 year ആകുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യാവുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല സ്കൂളുകളും കുട്ടികളെ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്ത സ്കൂളുകളുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഒരു നീഡായിട്ട് ആളുകൾ അതിനെ കാണണം. ഇത്തരത്തിൽ സ്കൂളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പോയി സംസാരിച്ചിട്ട് ഇത്തരം കുട്ടികളെ കൂടെ അവിടെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ സ്കൂളുകളും ഇൻക്ലൂസീവ് സ്കൂളുകളായിട്ട് മാറണം. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പലപ്പോഴും പല ആളുകൾ ചോദിക്കാറുണ്ട്, ഇത്തരത്തിലുള്ള കുട്ടികളെ എന്തിനാണ് അങ്ങനെ സ്കൂളിടുന്നത്? അവർക്ക് നോർമൽ ബിഹേവിയർ, അവർ മെയിൻ പ്രശ്നം വരുന്നത് സോഷ്യലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അവർക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ്, അവർ നോർമലായിട്ടുള്ള കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോഴല്ലേ അവർ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നതാണ് സ്പെഷ്യൽ നീഡ് സ്കൂളുകൾ അവരുടെ അവസ്ഥ കൂടുതൽ വിഷമിപ്പിക്കും. അതെ, അതായത് പിന്നെ സിവിയർ ആയിട്ട് ഓട്ടിസം അതുപോലെ സിവിയർ പ്രൊഫൗണ്ട് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ സ്കൂളുകൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് അവരുടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളത്. അവർ മോട്ടോർ ഡിസബിലിറ്റി ഉണ്ട്, പിന്നെ ടോട്ടലി തീരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല സ്കൂളുകൾ. എങ്കിൽ പോലും ഇൻക്ലൂസീവ് സ്കൂളിൽ അവർക്ക് ഒരു റിസോഴ്സ് റൂം സെറ്റ് ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും പറയാറ്. അവർക്ക് ഓപ്പർച്യൂണിറ്റി വേണം. അപ്പം
എൻ്റെ അടുത്ത് വരുന്ന ഒരു 99% കുട്ടികളെയും ഞാൻ നോർമൽ സ്കൂളിൽ റെഗുലർ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയാറ്. അപ്പോൾ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഏർലി ഇൻ്റർവെൻഷൻ കൊടുക്കുക, പാരൻറ്റ് മീഡിയേറ്റഡ് ആയിട്ടുള്ള തെറാപ്പീസ് കൊടുക്കുക, അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, സ്കൂളിൽ അവരുടെ അനുഭവിക്കുന്ന ചാലഞ്ചസിന് അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ സ്കൂളുകൾക്ക് പുറമെ ഇൻ ജനറൽ സൊസൈറ്റി ഇന്നത്തെ ഇതുപോലുള്ള കുട്ടികളുടെ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസിനെ കുറിച്ച് എത്രത്തോളം അവെയറാണ്, അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നോർമലി ഇത് എത്രത്തോളം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഫ്രണ്ട്ലിയാണ് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്നുള്ളത്? അത് പിന്നെ സ്റ്റഡീസ് ഒന്നും വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, നമ്മുടെ പൊതുവെ നാട്ടിൽ കണ്ടുന്നൊരവസ്ഥ ഇൻ ജനറൽ നമുക്ക് ഒരു കാര്യം ഉണ്ടാകുന്നതിനേക്കാൾ നമ്മൾ ക്യൂരിയസ് ആണ്. വി ആർ ഓൾവേസ് ക്യൂരിയസ് ടു നോ അബൌട്ട് വാട്ട് ഹാപ്പനിങ് ടു അതർ പീപ്പിൾ. അവർക്കെന്ത് സംഭവിക്കുന്നു, അപ്പോൾ ആ കുട്ടി എന്താ നടക്കുന്നില്ലേ, ആ കുട്ടി എന്താ മറ്റുള്ളൊരു കുട്ടി പോലെ സംസാരിക്കുന്നില്ലേ, ആ ഒരു ക്യൂരിയോസിറ്റി ഈസ് ഗുഡ്. ഒരു സർട്ടൺ എക്സ്റ്റെൻറ്റ് ആ പാരൻറ്റിന് അവയർനെസ് കൊടുക്കാൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പാരൻറ്റിനോട് സംസാരിക്കുക, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും. അല്ലാണ്ട് എവിടെ പോകുമ്പോഴും അവരെങ്ങനെ തുറിച്ച് നോക്കുക, അതേപോലെ ഒരു പിന്നെ അവർ ഇത്ര ഓട്ടിസമുള്ള കുട്ടികളിൽ അവർക്ക് സറൗണ്ടിങ് മനസ്സിലാവാതെ അവർ ബിഹേവ് ചെയ്തെന്നവരാണ്. അപ്പോൾ അവർ മുമ്പിൽ പിന്നെ പാരൻസിനോട് പറയും നിൻ്റെ കുട്ടി എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കുത്തുവാക്കുകൾ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അതൊക്കെ ഈ പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ എനർജിയും ഡൗൺ ചെയ്യാണ്. ആസ് എ സോഷ്യൽ ഹ്യൂമൻ ബീയിങ് എന്നുള്ള നമ്മൾ പ്രൈമറി റെസ്പോൺസിബിലിറ്റി വി ഷുഡ് ആക്സെപ്റ്റ് ദം. ദേ ആർ ന്യൂറോ ഡൈവേഴ്സ് പോപ്പുലേഷൻ. അത് അവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്. ദേ ആർ സ്ട്രഗിളിങ് ഇൻസൈഡ്. അതിനേക്കാളും അവരെ പാരൻറ്റ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം പാരൻറ്റിനെ നമ്മൾ മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പലപ്പോഴും പോയിട്ട് നമ്മൾ സംസാരിക്കുന്ന കുത്തുവാക്കുകളായിരിക്കാം. പിന്നെ അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളെപ്പോലെ ഒരാളാണ് ആ കുട്ടി, ആ ഫാമിലി എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ് എ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ചാലഞ്ചസിൽ നമുക്ക് പിന്നെ ഫണ്ട് റൈസിങ് ഒന്നും പലപ്പോഴും ചെയ്യേണ്ടി വരാറില്ല. കാരണം കുറേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ അവർക്ക് ഫെസിലിറ്റീസ് പോയി കഴിഞ്ഞാൽ തന്നെ തെറാപ്പീസ് കിട്ടും. ഇനിയല്ല അവർക്ക് മെഡിസിൻ കാര്യങ്ങളൊക്കെ വരികയാണ്, അല്ലെങ്കിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ചെയ്യേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് റൈസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആസ് എ സോഷ്യൽ നമ്മൾ ഒരുപാട് കേരളത്തിലെ ജനത അത് ഏറ്റെടുക്കുന്നതാണ്. ഏതൊരു കുട്ടികളുടെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ ലുക്കീമിയ അല്ലെങ്കിൽ ഏത് റയർ SMA നമ്മൾ കണ്ട് കോടികൾ റെഡിയാണ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ചാലഞ്ചസ് ഉള്ള കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുക. ഇതൊരു സോഷ്യൽ പ്രോബ്ലമായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുക, റാദർ ദാൻ ഫൈൻഡിങ് ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് ദാറ്റ് ഫാമിലി ഓർ ഓ പാരൻറ്റ്. പിന്നെ പാരൻറ്റിനെ ബ്ലെയിം ചെയ്യാണ്ടിരിക്കുക. അത് ഈവൻ സോഷ്യലി അല്ല, വീടിൻ്റെ ഉള്ളവർക്ക് അപ്ലിക്കബിളാണ്. നമ്മൾ പ്രായ ആളുകൾ നീ നോക്കാത്തതുകൊണ്ടാണ്, നീ മൊബൈൽ കൊടുത്തോണ്ടാണ്, അല്ലെ നീ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ. അത് 100% ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാവാൻ ഒരു ഡിവൈസ് കാരണം വന്നെന്നോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കാരണം വന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിക്കൊരു ഇന്നർ ജനറ്റിക്കോ അല്ലെങ്കിൽ എപ്പിജനറ്റിക്കോ ആയിട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ ഇതെല്ലാം ടോപ്പ് അപ്പ് ചെയ്തിട്ട് ട്രിഗർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് അത് ഉണ്ടാവാം. പക്ഷേ ഇത് വന്നതുകൊണ്ട് അത് വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പാരൻസിനെ ബ്ലെയിം ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതും നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇത്തരത്തിൽ ചലഞ്ചസ് ഉള്ള കുട്ടികൾക്ക് പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പം ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ, മോട്ടോർ പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് അത് ഗവൺമെൻറ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഓക്കെ, അതുപോലെ ഗവൺമെൻറ് തന്നെ ഒരുപാട് പിന്നെ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല ആളുകളും ഇത്തരത്തിൽ UDID കാർഡ് പോലുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ അറിവിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പാരൻസിന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരുപാട് ഗവൺമെൻറ് ഫണ്ടും അതുപോലെ കുറേ അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വേണ്ടി സംസാരിക്കുക, അവരെ ആക്സെപ്റ്റ് ചെയ്യുക, അതേപോലെ അവരെ പാരൻസിനെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും അവരെ ഫിസിക്കലിയോ മെൻ്റലിയോ പാരൻറ്റിനെ കുട്ടിയെ ടോർച്ചർ ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരിൽ ഈ ഇതുപോലെ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുള്ള ഉമ്മമാരുണ്ടാവും. സ്വാഭാവികം. അപ്പോൾ അതിൽ ഡയഗ്നോസ് ചെയ്യപ്പെടാതെ വേറെ എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ പീഡിയാട്രിഷ്യനെ കാണിക്കാതെ അങ്ങനെ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഒരു ഉപദേശമായിട്ട് എന്താണ് പറയാനുള്ളത് അവരോട്?
ഒന്ന് ഈ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏർലി ഇൻ്റർവെൻഷൻ ആദ്യത്തെ 5 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക എന്നുള്ളത് കൂടുതൽ വഷളാക്കുള്ളൂ. പിന്നെ ഏതൊരു ഏജിലുള്ള കുട്ടികളിലും അവരെ ഫങ്ഷണലി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റും. ഈവൻ ഇഫ് ഒരു 8 വയസ്സാണെങ്കിലും 9 വയസ്സുള്ള കുട്ടികളിൽ പോലും നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഏത് ഏജിലുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് സപ്പോർട്ട് വേണം. ഇപ്പം ആദ്യത്തെ 5 വയസ്സിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഓട്ടിസത്തിന് പാരൻറ്റ് മീഡിയേറ്റഡ് ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരെ ഫങ്ഷണലി ഇൻഡിപെൻഡൻ്റ് ആക്കുക, അവരെ തനിയെ ഭക്ഷണം കഴിക്കുക, തനിയെ കാര്യങ്ങൾ ചെയ്യുക, ആരിൽ ഡിപ്പെൻഡൻ്റ് ആവാണ്ടിരിക്കുക, അഡാപ്റ്റീവ് സ്കിൽസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളത്. പിന്നെ അവരെ അതുപോലെ അവർക്ക് പിന്നീട് പ്രീ വൊക്കേഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ആ സ്റ്റേജും കഴിഞ്ഞിട്ട് ഒരു 10-12 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഓട്ടിസം അതുപോലെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സും പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് സൈക്കാട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അവർ മാൻഡേറ്ററി ആയിട്ട് ഡോക്ടറെ നിർബന്ധമായിട്ടും ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൂടാതെ അവർക്ക് റെഗുലറായിട്ട് ഒരു പീഡിയാട്രിഷ്യൻ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുമായിട്ട് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ കുട്ടികൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നു, പക്ഷേ ഇതുപോലെ ചലഞ്ചസ് വരുമ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് ആസ് എ പാരൻറ്റ് എന്നുള്ളത് ശരിയാവാത്തൊരു കാര്യം തന്നെയാണ്. പാരൻസിന് റെഫർ ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും റിസോഴ്സുകൾ നിലവിൽ അവൈലബിൾ ഉണ്ടോ? റിസോഴ്സുകൾ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ പാരൻറ്റ് അതിൻ്റെ എത്രത്തോളം അവർക്ക് ഇൻസൈറ്റ് ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആണെന്നനുസരിച്ചാണ്. നോർമൽ ഡെവലപ്മെൻറ്റ് ഞാൻ പറഞ്ഞ CDC മൈൽ സ്റ്റോൺ ട്രാക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും അത് ഇംഗ്ലീഷ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മലയാളത്തിലുള്ള റിസോഴ്സസ് കുറച്ച് കുറവാണ്. MChat പോലും ഇംഗ്ലീഷിലാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഹിന്ദി മറ്റ് തമിഴിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം പീഡിയാട്രിഷ്യനെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ വെല്ലൂർ CMC വെല്ലൂരിൽ നമ്മൾ പാരൻറ്റ് മീഡിയേറ്റഡ് ഇൻ്റർവെൻഷൻസ് ആണ് കൊടുക്കാറ്. അതുപോലെ പാരൻറ്റ് മീഡിയേറ്റഡ് ഇൻ്റർവെൻഷൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും. കാര്യങ്ങൾ ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുക, മനസ്സിലാക്കുക, അത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഞാനും വെല്ലൂരിൽ നിന്ന് വന്ന് മലബാർ ഏരിയയിലെ ഒരു വെല്ലൂരിൽ എങ്ങനെ നമുക്ക് എന്ത് ചെയ്തു പാരൻറ്റ് മീഡിയേറ്റഡ് ഇൻ്റർവെൻഷൻസും അതുപോലെ അവിടുന്ന് പഠിച്ച പല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റേതായ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോക്ടർ ഷാഫീസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ കോഴിക്കോടാണ്, ചേവായൂരാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന കുട്ടികളെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാനും ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബറിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ അവരുടെ ഒന്ന് നമുക്ക് അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് പറ്റുന്ന ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും അതോടുകൂടി നമുക്ക് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഏകദേശ ചിത്രം കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും. ഏതായാലും വളരെ നന്ദി. ഒരുപാട് ഉപകാരപ്രദമായ അറിവുകളാണ് പങ്കുവച്ചത്. ഒരുപാട് നമ്മുടെ പ്രേക്ഷകരുണ്ട്. കുട്ടികളെക്കുറിച്ചും കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെ കുറിച്ചൊക്കെയുള്ള എല്ലാവരും ഇന്ന് യൂട്യൂബൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് വിവരങ്ങൾ കിട്ടുന്നവരാണ്. പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം ഒരുപാട് അറിവുകൾ സാറ് ഷെയർ ചെയ്തു. വളരെയധികം നന്ദി. നമുക്ക് ഈ സംസാരം തുടരണം. താങ്ക് യു.